ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എങ്ങനെയുണ്ട്? നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുവാൻ പഠിച്ചതിന് ശേഷം ക്ലൈമറ്റിലൊക്കെ ഒരു ചെറിയ ചേഞ്ച് വന്നു അല്ലേ? സാരമില്ല, അതിനെക്കുറിച്ച് അത് മാറ്റി പറയാൻ പഠിക്കണേ. ഡ്രൈ ക്ലൈമറ്റ് ഡസിൻറ്റ് സ്യൂട്ട് മീ എന്നുള്ളത് ഇപ്പോൾ എ കോൾഡ് ക്ലൈമറ്റ് ഡസിൻറ്റ് സ്യൂട്ട് മീ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു അല്ലേ? ഓക്കെ, ക്ലൈമറ്റിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ച് അതിനെ നിങ്ങൾ സ്വായത്തമാക്കുവാൻ ശ്രമിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ വെറുതെ വായിച്ചു നോക്കിയോണ്ട് ഇല്ല 2 പ്രാവശ്യം വീഡിയോ കേട്ടത് കൊണ്ട് നമ്മൾ സംസാരിക്കുവാൻ പഠിക്കില്ല. പക്ഷേ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ സംസാരിച്ച് വേണം പഠിക്കാൻ. ആരെങ്കിലും കണ്ടുപിടിക്കുക, ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുക. ഓക്കെ, ഇൻ ദാറ്റ് വേ ലെറ്റ്സ് കണ്ടിന്യൂ അവർ way of talking and let's develop our the standard of our talking and let's convey our ideas to others in English. Okay, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യമുണ്ട്. ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് അടുത്തതായിട്ട് പറയേണ്ട ഒരേ രീതിയിലിരിക്കുമെങ്കിലും നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സംസാരിച്ചു വരുമ്പോൾ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി പോകും. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അതിൻ്റെ മീനിങ് വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ ദം അവരോട് ഞാൻ പറയുന്നു, അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കൊന്ന് ഈ ഭാഗം ഒരു ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അതിനു മുമ്പ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു കാര്യം, നമ്മൾ സാധ്യതകളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. സാധ്യത മീൻസ് ആയിരുന്നു എങ്കിൽ ഞാൻ ചെയ്തേനെ എന്നൊരു കാര്യം നമ്മൾ പറയുകയാണ്. അതായത് ആയിരുന്നുവെങ്കിൽ, അതായത് എന്താണ് നമ്മൾ പറയുന്നത്? യാഥാർത്ഥ്യമാകുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏത് രീതിയിൽ ആണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന്. യാഥാർത്ഥ്യമാകുവാൻ സാധ്യതയില്ല, ആയിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്തേനെ, പക്ഷെ അല്ല, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇമ്പോസിബിൾ കണ്ടീഷൻ, അതിനെക്കുറിച്ച് ഇമ്പോസിബിൾ കണ്ടീഷനെ കുറിച്ച് നമ്മൾ ഇന്നൊന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം തന്നെ ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് വേഗത്തിൽ കൊണ്ടുപോകാം. കാരണം സ്കൂളൊക്കെ തുറക്കാറായി. അവർക്ക് വേണ്ടുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുവാൻ കുറച്ച് പേരൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളത് സ്കൂളിനെ ഞാൻ അധിക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് എങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാതെ പോകുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് കുറച്ച് പേരൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ, അതും ഇപ്പോൾ പഠിച്ചു വരുന്ന ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ഉപകാരപ്രദമാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് ഇമ്പോസിബിൾ കണ്ടീഷൻസ്, ദാറ്റ് ഈസ് ആയിരുന്നു എങ്കിൽ ചെയ്തേനെ എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കമോൺ. ഇമ്പോസിബിൾ കണ്ടീഷൻസ്. ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ കണ്ടീഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. അതാണ് നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതായത് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആയിരുന്നെങ്കിൽ ചെയ്തേനെ, നമ്മൾ ചെയ്തേനെ എന്ന് പറയുന്നതാണ് ഈ ഇമ്പോസിബിൾ കണ്ടീഷൻസ്. അതെങ്ങനെയാണെന്ന് അറിയാവോ? നമ്മൾ സബ്ജക്റ്റിന് ശേഷം സബ്ജക്റ്റ് പ്ലസ് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈഫേല്, എങ്കിൽ എന്നതിനാണ് ഇതിന് പ്രാധാന്യം. കാരണം ആയിരുന്നു എങ്കിൽ ആണ് നമ്മൾ ചെയ്യുമായിരുന്നത്. അതുകൊണ്ട് എങ്കിലിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പറയുകയാണ്. ഇപ്പം ഞാനൊരു പക്ഷിയായിരുന്നു എങ്കിൽ ഞാൻ ആകാശത്തുകൂടി ഞാൻ പറന്നേനെ
എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ പറയുമെന്ന്, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ. ദാറ്റ്സ് വാട്ട്. ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ് വിത്ത് ഇഫ്. ഇഫ് കഴിഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഐ ആയിരുന്നെങ്കിൽ എന്നാണ്. ഇഫ് ഐ വേർ എ ബേർഡ്. ഇഫ് ഐ വേർ എ ബേർഡ്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഐ കഴിഞ്ഞ് വുഡ് ചേർക്കണം. ഐ വുഡ്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് എന്ത് ചെയ്തേനെ? ഫ്ലൈ ഇൻ ദി സ്കൈ. ഐ വുഡ് ഫ്ലൈ. ഐ വുഡ് ഫ്ലൈ ഇൻ ദി സ്കൈ. ഐ വുഡ് ഫ്ലൈ ഇൻ ദി സ്കൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മലയാള മീനിങ് എന്താണ്? ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ. പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഐ വുഡ്. ഞാൻ ആകാശത്തുകൂടി പറന്നേനേന്ന്. പറന്നേനെ, പറക്കുമായിരുന്നു. നമ്മൾ പറക്കുമായിരുന്നു. പറന്നേനെ എന്ന് പറയാൻ പറക്കുമായിരുന്നു. പറന്നേനെ നമ്മുടെ സാധാരണ നമ്മുടെ ലാംഗ്വേജ് തന്നെ. പറന്നേനെ. ഞാന് ഈ ആകാശത്തുകൂടി പറന്നേനെന്ന്. ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാന് ആകാശത്തുകൂടി പറന്നേനെ. പക്ഷെ ഞാനൊരു പക്ഷിയല്ല, അതുകൊണ്ട് എനിക്കതിന് സാധിക്കുമില്ല. ഇതാണ് ആയിരുന്നെങ്കിൽ ചെയ്തേനെ. ആയിരുന്നെങ്കിൽ ചെയ്തേനെ എന്നതിന്റെ ഇതാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നേനെ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് സന്തോഷം അല്ലായിരുന്നു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്, അല്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഈഫെ തുടങ്ങുക. ഈഫ് ഉണ്ടായിരുന്നെങ്കിൽ. ഈഫ് യു വേർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. വിത്ത് മീ. ഇഫ് യു വേർ വിത്ത് മീ. ഇഫ് യു വേർ വിത്ത് മീ എന്ത് ചെയ്തേനെ? ഐ വുഡ്. എനിക്ക് സന്തോഷമായേനെ. ഐ വുഡ് ബി ഹാപ്പി. ഐ വുഡ് ബി ഹാപ്പി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്കെ. എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. സന്തോഷമാകുമായിരുന്നു എന്നുള്ള ഒരു പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് സന്തോഷവും ഇല്ലായിരുന്നു. സന്തോഷമായില്ല. എനിക്ക് സന്തോഷമാകാതിരുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അത് നമ്മൾ പറയണ ഇഫ് യു ആർ വിത്ത് മീ ഐ വുഡ് ബി ഹാപ്പി. ഇഫ് യു ആർ വിത്ത് മീ ഐ വുഡ് ബി ഹാപ്പി. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ, ഞാൻ സന്തോഷവതി ആയേനെ. ബട്ട് യു വെർ ഇതിന്റെ അർത്ഥം വരുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് സന്തോഷമില്ലായിരുന്നു എന്ന് വരും. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. അടുത്തൊരു എക്സാമ്പിള് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇഫ് ഐ വേർ എ ഡോക്ടർ ഐ വുഡ് ഹെൽപ്പ് ദി പുവർ പീപ്പിൾ. ഇഫ് ഐ വേർ എ ഡോക്ടർ ഐ വുഡ് ഹെൽപ്പ് ദ പുവർ പീപ്പിൾ. ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിച്ചേനെ. പാവങ്ങളെ ഞാൻ സഹായിച്ചേനെ ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ. ഇപ്പോൾ എനിക്ക് പാവങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല, കാരണം ഞാനൊരു ഡോക്ടർ അല്ല. ഇതാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ. ആയിരുന്നെങ്കിൽ ചെയ്തേനെ എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ ആയിരുന്നെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഇതുപോലെ പറയാം. എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പോയേനെ. എനിക്ക് ലാംഗ്വേജ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോയേനെ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാം. അതുപോലെ ഓരോന്നും ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായല്ലോ.
ഈഫ് സ്റ്റാർട്ട് ചെയ്യുക, വെയർ അത് കഴിഞ്ഞുള്ള ഓക്സിലറി വെയർ. ഇഫ് ഐ വെയർ എന്താണോ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അല്ലെ യു വെയർ, ഇഫ് യു വെയർ, ഇഫ് ദേ വെയർ, അതുപോലെ ഇഫ് ദേ നോ ദ ലാംഗ്വേജ്, ഇഫ് വി, അതുപോലെ നമ്മൾ പറയും നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ എന്ന്, അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒക്കെ ഉള്ള വാക്കുകൾ പറയുന്നതിന് വേണ്ടി. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ എക്സാമ്പിൾസ് സ്വയം ഒന്ന് ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി സാധിക്കുന്നില്ല എങ്കിൽ അല്ല, നമുക്ക് ഇതുപോലെ ഉള്ള വാക്കുകൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കാണാം എന്ന പ്രതീക്ഷയോടെ. ഓക്കെ, ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗെയിൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.